ഇതിനി എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? എന്തൊക്കെയാണ് നമ്മുടെ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? ഹാർട്ട് അറ്റാക്ക് ഞാൻ നേരത്തെ ഞാൻ ഹൃദയത്തിൽ ഒരു ആഘാതം, ഒരു വീക്കം സംഭവിക്കുമ്പോൾ കഠിനതരമായ നെഞ്ചുവേദന ഉണ്ടാകുകയാണെന്ന് ഓർക്കണം. പക്ഷേ ഈ നെഞ്ചുവേദന എന്നുള്ളത് അത് ഏറ്റവും സാധാരണമായി ഏറ്റവും കൂടുതലായി ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ലക്ഷണമാണെങ്കിലും നെഞ്ചുവേദനയില്ലാതെയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം എന്ന് നാം ഓർക്കണം. അതിനെ സൈലൻ്റ് അറ്റാക്ക് എന്ന് പറയുന്നു. പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിൽ, മറ്റു തരത്തിലുള്ള ഓരോ തരത്തിലുള്ള ഞരമ്പ് ഹൃദയ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉള്ളവരിൽ, എപ്പോഴും വയോധികരിൽ, പ്രമേഹ രോഗികളിൽ ഒക്കെ എപ്പോഴും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ശക്തമായ വേദന അനുഭവപ്പെട്ടെന്ന് വരില്ല. വാസ്തവത്തിൽ ഈ വേദനയാണ് ഒരുവനെ ആശുപത്രിയിലേക്ക് നയിക്കുന്നത് എന്നോർക്കണം. പക്ഷേ അതിൻ്റെ ആണെങ്കിൽ തന്നെ ഈ നെഞ്ചുവേദന വെച്ചാണ് ചികിത്സയ്ക്ക് വേണ്ടി ഒരാൾ പോകുന്നതും. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും 2026 നാം നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ രോഗലക്ഷണത്തെ മാത്രം നോക്കി ചികിത്സിക്കുന്ന ഒരു 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 ചികിത്സാ സംസ്കാരമല്ല ഇന്ന് വളർന്നു വരുന്നത്. എന്ന് വെച്ചാൽ രോഗലക്ഷണം വരെ നാം നോക്കിയിരിക്കരുത് എന്നർത്ഥം. അപ്പോഴത്തേക്ക് വൈകിപ്പോകുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഹൃദ്രോഗത്തിൻ്റേതായിട്ടുള്ള മറ്റ് പല ലക്ഷണങ്ങളുണ്ടെന്നും അത് കഠിനമായ നെഞ്ചുവേദനയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആയാസപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം, തളർച്ച, ശ്വാസം മുട്ടൽ, അകാരണമായ തളർച്ച, ഇതെല്ലാം ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്കിന് മുന്നോടിയായിട്ട് വരുന്ന പ്രതിഭാസങ്ങളാണെന്നും അത് തിരിച്ചറിയണമെന്നും അവിടെയൊക്കെ സംയോജിതമായി നാം പരിശോധനകൾ നടത്തണമെന്നും ഒരുപക്ഷെ അത് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കാമെന്നും അങ്ങനെ ECG മറ്റു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതിനുള്ള ചികിത്സകൾ നാം മുന്നോടിയായിട്ട് നോക്കുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരു രോഗിക്ക് കഠിനമായിട്ട് നെഞ്ചുവേദന വരുന്നു, തീർച്ചയായിട്ടും ഉടൻ ആശുപത്രിയിൽ എത്തുകയും അതിനുള്ള ചികിത്സകൾ നടത്തുകയും വേണം. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ ചികിത്സകൾ ചെയ്യണം. പക്ഷെ അതിന് മുമ്പായിട്ടും ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന ആപത്ഘടകങ്ങളുടെ അതിപ്രസരമുള്ളവരിലും ഇല്ലാത്തവരിലും ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന പലതരത്തിലുള്ള ഘടകങ്ങൾ നമുക്ക് ഉണ്ടാകുമെന്നും അത് കൃത്യമായി തിരിച്ചറിയണമെന്നും അങ്ങനെ തിരിച്ചറിഞ്ഞ ശേഷം അത് വൈദ്യ സഹായത്തിലെത്തണമെന്നും അതിനുള്ള ചികിത്സ സംവിധാനം ചെയ്യണമെന്നുമാണ് നാം ഇപ്പോൾ അറിയേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ആശങ്കയും കൂടെ നമ്മളുടെ ഉള്ളിലുണ്ട്. മറ്റൊന്നുമല്ല, നമ്മളുടെ നെഞ്ചിനുള്ളിൽ വരുന്ന എല്ലാ വേദനകളും അസ്വസ്ഥതകളും ഹൃദയാഘാതം മൂലമാണോ? അല്ല, അതാണ് വേറൊരു കാര്യം. അതായത് നാം ഓർക്കണം, ഹൃദയം എന്നുള്ളത് ശരീരത്തിൽ ഏറ്റവും ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവയവമാണ്. നെഞ്ചിൻ കൂടിനകത്ത്, ശക്തമായ നെഞ്ചിലെ മാംസപേശികൾക്കുള്ളിൽ, ശ്വാസകോശങ്ങൾക്കുള്ളിൽ വളരെ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് പ്രകൃതി ഹൃദയത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം. ഒരു വിധത്തിലും അതിനൊരു ആഘാതം സംഭവിക്കരുത്. പുറത്തുനിന്നുള്ള എന്ത് ആഘാതം ഉണ്ടായാലും പുറത്തുള്ള മറ്റ് അവയവങ്ങൾ ഏൽക്കുന്നതല്ലാതെ ഹൃദയത്തിലേക്ക് വരരുത്. കാര്യം ഹൃദയം നമ്മുടെ ശരീരത്തിൻ്റെ പമ്പാണെന്നും ആ പമ്പാണ് ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും രക്തം സുഗമമായി പമ്പ് ചെയ്ത് ജീവിത സന്ധാരണത്തിന് അനിവാര്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉദ്ദീപനമായിട്ട് ഈ രക്തം കൊടുത്ത് ആ രക്തത്തിലെ പോഷക പദാർത്ഥങ്ങളും പ്രാണവായുവും കോശങ്ങളിൽ ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തിച്ചേർക്കേണ്ട ഒരു കടമ കൂടി ഹൃദയത്തിനുണ്ടെന്നും അതിൻ്റെ വെളിച്ചത്തിൽ ആ ഹൃദയം വാസ്തവത്തിൽ ഒരു പമ്പായിട്ടിരിക്കുകയാണ്. പക്ഷേ ആ ഹൃദയത്തിന് ഏൽക്കുന്ന ആഘാതം കൊണ്ടുണ്ടാകുന്ന രോഗലക്ഷണങ്ങളോട് താരതമ്യപ്പെടുത്താവുന്ന മറ്റു തരത്തിലുള്ള ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടെന്ന് നോക്കണം. ഉദാഹരണത്തിന് ശ്വാസകോശങ്ങൾക്ക് ഏൽക്കുന്ന ആഘാതം, ന്യൂമോണൈറ്റിസ് പലപ്പോഴും നെഞ്ചുവേദന ഉണ്ടാക്കാം. ശ്വാസം മുട്ടലോടൊപ്പം നെഞ്ചുവേദന ഉണ്ടാക്കാം. നെഞ്ചും കൂടിനേൽക്കുന്ന വീക്കം, ആഘാതം ഞങ്ങൾ കോസ്ട്രോകോൺട്രൈറ്റിസ് എന്ന് പറയും. അത് പലപ്പോഴും നെഞ്ചിൽ വേദന ഉള്ളതുകൊണ്ട് ഹാർട്ട് അറ്റാക്കാണെന്നും പറഞ്ഞ് പലരും കാഷ്വാലിറ്റിയിലോ ഡോക്ടർമാരുടെ അടുത്ത് വരാറുണ്ട്. കൃത്യമായ പരിശോധനയിലൂടെ നമുക്കത് ഹൃദ്രോഗമല്ലെന്നും ഹൃദയ സംബന്ധമായ വേദനയല്ലെന്നും അത് നെഞ്ചിൻ കൂടിനുള്ള ആഘാതം കൊണ്ടുള്ള വേദനയാണെന്നും അറിഞ്ഞുകൊണ്ട് അത് നമുക്ക് ചെയ്യുവാൻ പറ്റും. അപ്പോൾ കോസ്ട്രോകോൺട്രൈറ്റിസ്, ന്യൂമോണിയ, മറ്റു തരത്തിലുള്ള ഓരോ തരത്തിലുള്ള അവയവങ്ങൾ, നമ്മുടെ പിത്തസഞ്ചിയിലുള്ള വീക്കം വരുമ്പോൾ അത് നെഞ്ചിലേക്ക് വരുന്നു. ആഗ്നേയഗ്രന്ഥി, പാൻക്രിയാസിലുണ്ടാകുന്ന ആഘാതം മൂലം ഉള്ള പ്രയാസങ്ങൾ, ഇതെല്ലാം മാനസികമായ പാനിക് ഡിസോർഡർ,
സൈക്കോജനിക് നെഞ്ചുവേദന, ഇതെല്ലാം ഹാർട്ട് അറ്റാക്കുമായി ഹൃദയ ആഘാതവുമായി ബന്ധപ്പെടാതെ മറ്റു ഇതര കാരണങ്ങളാൽ ഉണ്ടാകുന്ന നെഞ്ചുവേദനയാണെന്നും അത് സമുചിതമായി രോഗനിർണയം ചെയ്ത് ചികിത്സ സംവിധാനം ചെയ്യേണ്ടത് വൈദ്യനാണെന്നും നാം അറിയുക. നാം വൈദ്യനെ ഈ വക കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളൊരു ബിഷപ്പ് വരെ അത് ഏൽപ്പിക്കുക മാത്രം.